അതെ, ജീനിയസ് സ്കോളർഷിപ്പ് കോൺടെസ്റ്റില് പങ്കെടുത്ത് 1,00,000 സ്കോളർഷിപ്പ് ജയിക്കണോ? ഉടനെ തന്നെ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനില് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടെസ്റ്റില് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സ്കോളർഷിപ്പ് വിൻ ചെയ്യൂ. അയ്യോ ഡിംബു, നല്ല ഇടിയും മഴയും ഉണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം. ആ ശരി. അവര് ബോട്ട് പുറകിലോട്ട് എടുക്കുന്നതിന് മുൻപ് തന്നെ അവരേതോ ശക്തി പിന്നെ ഒന്നും വലിക്കുന്നു. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനായി വെള്ളത്തിൽ ചാടി. അപ്പോഴേക്കും അവനെ മുതലകൾ ആക്രമിച്ച് കൊന്നുകളഞ്ഞു. രാക്ഷസ മുതലകളായിരുന്നത്. ആ രഹസ്യമായ ദ്വീപിന്റെ പേര് രോദൻ പർവ്വതം എന്ന്. അതിന്റെ അടുത്തൂടെ പോലും ആർക്കും പോകാൻ പറ്റില്ല. അദൃശ്യമായാണ് നിൽക്കുന്നത്. അതിന്റെ 4 വശത്തുനിന്നും ഒരു രക്ഷാകവചമുണ്ട്. അതിൻ്റെ അടുത്തേക്ക് തന്ത്രം, മന്ത്രം, പ്രേതം, പിശാച്, ഭൂതത്തിനൊന്നും പോകാൻ പറ്റില്ല. അറിയാണ്ടിറങ്ങിപ്പോയാൽ രോദൻ ശക്തി കൊണ്ട് ഭസ്മമായി പോകും. ഇല്ലേ ചുറ്റിനുമുള്ള രാക്ഷസ മുതലകളുടെ വായിൽ ചെന്ന് തീർന്നു കിട്ടും. ശരിക്കും അതിന് രോദൻ പർവ്വതം എന്ന പേരെങ്ങനെ കിട്ടി? ഇതിലാരാണ് താമസം? അദൃശ്യ രൂപത്തിൽ എന്താണ് നിൽക്കുന്നത്? അതാർക്കും അറിയില്ല. ഈ സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ദിശയിൽ ഒരു ടട്ടിയ ഗ്രാമമുണ്ട്. പേര് ചാന്ദിപൂർ. അവിടെ ഒരു പാവപ്പെട്ട കൃഷിക്കാരനുണ്ടായിരുന്നു. അവനവന്റെ ഭാര്യ ജയ, അമ്മ അഞ്ജുതായുടെ കൂടെ ഗ്രാമത്തിന്റെ അറ്റത്താണ് താമസിച്ചത്. ഇതെന്ത് പിശിക്കുക? എപ്പ നോക്കിയാലും ദാല് ദാല് ദാല്. മാംസം കഴിച്ചിട്ട് 3 ദിവസമായി. അവരുടെ പുറകിലെ കിണറിൽ താമസിച്ച് വീട്ടിലെ എച്ചില് കഴിച്ച് താമസിക്കുന്ന പ്രേതത്തിനെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു. അഞ്ജുതായി നല്ലതാണ്, പക്ഷെ വഴക്കാളി. ജയ ഭയങ്കര പാവപ്പെട്ടതാ. ഭർത്താവിന് ജീവനായിരുന്നു. ഒരു ദിവസം കൃഷി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സൂര്യനോട് വീണ്ടും കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചു. മാ ജന്മ. അമ്മയോട് എത്ര തവണ പറഞ്ഞതാ ഇനി ഒരു വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. എനിക്ക് കുട്ടികൾ ഉണ്ടായില്ലേലും കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എനിക്ക് വേണം, അതും ഒരു ആൺകുട്ടിയെ തന്നെ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ വംശം നീ മാത്രമായിട്ട് തീർന്നു പോകും. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയണ്ട. വീണ്ടും നീ കല്യാണം കഴിച്ചേ പറ്റൂ. ഒരമ്മയുടെ വാക്കാണിത്. അമ്മ ഇനി മലമുകളിൽ കയറി ചാടുമെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ഭാര്യ ഒരിക്കലും വഞ്ചിക്കില്ല. ആരാ അമ്മയോട് പറഞ്ഞേ 2 ദിവസം കൊണ്ട് കുട്ടികൾ ഉണ്ടാവുമെന്ന്? ഇനി എപ്പ ഉണ്ടാവാനാ? കല്യാണം കഴിഞ്ഞ് 14 വർഷം കഴിഞ്ഞു. നിന്റെ ഭാര്യ ഒരു മച്ചയാണ്. അതുകൊണ്ട് ഞാൻ പറയണ കേൾക്ക്, വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ചോ. ഇതെല്ലാം മാറി കേൾക്കുന്ന ജയക്ക് കരയാൻ വന്നു. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മായിയമ്മ പറയുന്നത് ശരി തന്നെയാണ്. അവരുടെ പേടിയും സത്യം തന്നെയാണ്. അവരുടെ വംശം തീർന്നു പോകത്തില്ലേ? എന്റെ ഭർത്താവിനോട് ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കില്ല. ഇങ്ങനെ ജയ 2 പേരുടെ ഇടയ്ക്ക് പെട്ടുപോയി. എന്നാൽ ശരിക്കും കുറച്ചു ദിവസം കഴിഞ്ഞ് ഹിമാലയയിലെ ഒരു സന്തായിൽ അഞ്ജുതായി മകനെയും ജയനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോയി. അഞ്ജുതായി സാധുവിനോട് എല്ലാ വിഷമങ്ങളും പറഞ്ഞു. ഈ മച്ചിപ്പെണ്ണിനെ ഉപേക്ഷിച്ച് വേറൊരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എന്റെ മകൻ ഒട്ടും ഇപ്പൊ സമ്മതിക്കുന്നില്ല സ്വാമി. നിങ്ങൾ എല്ലാവരുടെയും മുഖം നോക്കി ജനനം തൊട്ട് മൃത്യു വരെ എല്ലാം പറയുന്ന സ്വാമിയല്ലേ? പറയൂ പ്രഭു, എനിക്ക് പേരക്കുട്ടികൾ കിട്ടുമോ? സാധു ഒന്ന് ആലോചിച്ച് സൂര്യയുടെയും ജയയുടെയും മുഖം നോക്കി, മരുമകൾക്ക് ഒരു കുഴപ്പവുമില്ല.
അമ്മയുടെ മകനാണ് കുഴപ്പം. എത്ര വിവാഹം കഴിച്ചാലും ഇയാൾക്ക് കുട്ടികളുണ്ടാകില്ല. അഞ്ജുതായി അത് കേട്ടു ഭയങ്കര വിഷമത്തിലായി. എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്താൽ പോലും എന്റെ മോന് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ സ്വാമി? അമ്മേ, ഞാൻ കള്ളം പറയില്ല. ഞാൻ എന്റെ തപശക്തി കൊണ്ട് അമ്മയുടെ മകന്റെ ജാതകം ദർശിച്ചു. ഇയാൾക്ക് സന്താനഭാഗ്യമില്ല. കാരണം കാളസർപ്പത്തിന്റെ ശാപമാണ്. എന്താ, കറുത്ത സർപ്പത്തിന്റെ ശാപമോ? അതെ, നിങ്ങളുടെ കുടുംബത്തിൽ സർപ്പദോഷമുണ്ട്. അതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ ഭർത്താവ് പാമ്പ് കടിയിട്ട് മരിച്ചോ? അതെ സ്വാമി, കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സുരിയുടെ അച്ഛനെ പാമ്പ് കൊത്തിയത്. അദ്ദേഹം അവിടെ തന്നെ മരിച്ചു. എന്റെ അമ്മായിച്ചയുടെ കാഴ്ചയും പോയത് പാമ്പ് കൊത്തിയിട്ട് തന്നെയാ. അതുകൂടാണ്ട് വെളിവില്ലാതെ നാടുവിടുകയും ചെയ്തിരുന്നു. അദ്ദേഹം ജീവനോടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ആ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടാൻ എന്തെങ്കിലും പറയൂ സ്വാമി. ഒരിക്കലുമില്ല. സർപ്പശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടുക സാധ്യമല്ല. പൊയ്ക്കോളൂ. ഒരു വഴിയില്ലാതെ 3 പേർ വിഷമത്തോടെ വീട്ടിലോട്ട് വന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് കൃഷിഭൂമിയിൽ നിന്നും വീട്ടിൽ വരുന്നിടയിൽ പാമ്പ് കൊത്തി സൂര്യനെ വഴിയിൽ തന്നെ അവൻ മരിച്ചു വീണു. ഭർത്താവിന്റെ മരണം കാരണം ജയ തകർന്നു. അവൾ മരിക്കാൻ ശ്രമിച്ചു. പുറകിലത്തെ കിണറിൽ അവൾ ചാടാൻ ശ്രമിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, സർപ്പശാപം കൊണ്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നീ ഒരിക്കലും അവിവേകമൊന്നും കാണിക്കരുതെന്ന് ഞാൻ വാക്കു തരുന്നു. ഞാൻ മരിച്ചാലും എന്റെ ആത്മാവ് നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എപ്പോഴും. നിന്നെ ആപത്തിൽ നിന്ന് ഞാൻ രക്ഷിക്കും. ഭർത്താവ് പറഞ്ഞ വാക്കുകൾ ഓർത്ത് അവൾ നിന്നുപോയി. അവളുടെ ദുഃഖം സഹിച്ചവൾ ജീവിച്ചു. അഞ്ജുതയുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി. പണ്ടത്തെ പോലെ ജയനെ ഇപ്പൊ വിഷമിപ്പിക്കാറില്ല. ജയയോട് നല്ല സ്നേഹത്തോടെ തന്നെ പെരുമാറി. ഒരു ദിവസം, അമ്മായി, ഞാൻ കുറച്ചു ദിവസത്തേക്ക് എന്റെ വീട്ടിലോട്ട് പോവുകയാണ്. എന്റെ അച്ഛനൊട്ടും വയ്യാന്നാണ് ഞാൻ അറിഞ്ഞത്. ശരി ജയ, പോകൂ. സൂക്ഷിച്ചു വേണം കേട്ടോ. കുറെ കള്ളന്മാര് ചേർന്ന് സ്ത്രീകളുടെ താലിമാല മോഷ്ടിച്ചോണ്ട് പോകുന്നത് ഞാൻ കേട്ടിരുന്നു. അതേ അമ്മായി, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു ഇത് കള്ളന്മാരുടെ പണിയല്ല, പ്രേതങ്ങളുടെ പണിയാണെന്ന്. പ്രേതങ്ങളുടെ പണിയോ? അതെ, അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാ മരിച്ചുപോയ സ്ത്രീകളെ തിന്നുക, അതിന്റെ പാടുകളുമുണ്ട്. അത് കൂടാണ്ട് മരിച്ച ഹൃദയവും അവരെടുക്കുന്നുണ്ട്. എന്റെ ദൈവമേ, മരിച്ചുപോയ സ്ത്രീകളുടെ ഹൃദയം കൊണ്ടുപോകുന്നു. അപ്പൊ അത് ഉറപ്പായിട്ടും പ്രേതങ്ങൾ തന്നെയാ. ഈ ഒരു അവസരത്തിന് നിനക്ക് നാട്ടിൽ പോകണം നിർബന്ധ? അത് കുഴപ്പമില്ല അമ്മായി, ഞാൻ രാവിലത്തെ സമയത്തല്ലേ പോകുന്നത്. എന്റെ ഗ്രാമം അത്ര ദൂരമൊന്നുമല്ലല്ലോ. 2 മണിക്കൂർ നടന്നാൽ അങ്ങ് എത്തുമല്ലോ. ശരി, സൂക്ഷിച്ചൊക്കെ പോയിട്ട് വാ. അങ്ങനെ കാട്ടിലെ വഴിയിലൂടെ ജയ വീട്ടിലെത്തും. അച്ഛനെ നോക്കുകയായിരുന്നു. ഏതോ നാട്ടിലെ സ്ത്രീ കാട്ടിലൂടെ നടന്നുപോയ സമയത്ത് 2 പ്രേതങ്ങൾ കൂടി ചേർന്ന് കൊന്നു. ആ ശരീരത്തിൽ നിന്നും താലി വലിച്ചെടുത്ത് ജീവനോടെയുള്ള ശരീരത്തിൽ നിന്നും ഹൃദയമെടുത്ത് സർവഭൂതാത്മാ മുഖ്യമുദ്ര കിരൺ മുദ്ര മഹാഭൂതാത്മാ മേധുനാദ്പ്രിയ സ്വാഹ. മന്ത്രം വായിച്ചപ്പോഴേക്കും കറുത്ത പുക പോലെ ഒരു പ്രേതം പ്രത്യക്ഷപ്പെട്ടു. ആ ഹൃദയം അതിൽ പതിഞ്ഞു. പ്രേതം ആ താലിയെടുത്ത് അണിയുകയും ചെയ്തു. ആ കറുത്ത പ്രേതത്തിന്റെ കഴുത്തിൽ സ്വർണ്ണ താലിമാല ഭയങ്കരമായി മിന്നുകയായിരുന്നു. അതിൽ മരിച്ചുപോയ സ്ത്രീയുടെ ഹൃദയവും തുടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് കാറ്റിലോട്ട് പറന്നുപോയി. അവിടെ കണ്ട മൃതദേഹത്തെ കടിച്ചു പറിച്ചു തിന്നുകയായിരുന്നു പ്രേതങ്ങൾ. കസ്ബയിലെ ആകെ പ്രശ്നബഹളമായി. ഗ്രാമത്തിലെ താമസിക്കുന്ന ഒരാളെ കൊന്നതായി അറിഞ്ഞു. ഇതെന്താണ് അച്ഛാ, ഗ്രാമത്തിലെ ആൾക്കാരെയും ആ പ്രേതം കൊല്ലുകയാണ്? പ്രത്യേകം ഒരു ഗ്രാമമെന്നില്ല മോളെ, അത് എല്ലാ ഗ്രാമത്തിലുള്ളവരെ കൊല്ലുവെന്നാ പറയുന്നത്. അർദ്ധരാത്രിയിൽ ഗ്രാമത്തിന് പുറത്തേക്ക് ആരെങ്കിലും പോയാൽ അവരെ കൊല്ലും. സ്ത്രീകളുടെ ഹൃദയം പറിച്ചെടുക്കും. ചിലര് പറയുന്നു ഇത് കാട്ടുമൃഗങ്ങളുടെ പണിയാണെന്ന്.
നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് വയ്ക്കോ. എന്റെ അസുഖം മാറി. അടുത്ത ദിവസം കഴിക്കാൻ റൊട്ടിയുമായിട്ട് അവൾ കാട്ടിലെ വഴിയിലൂടെ ചാന്ദിപൂരിലേക്ക് പുറപ്പെട്ടു. കാട്ടിലെ വഴി വിജനത നിറഞ്ഞതായിരുന്നു. അരമണിക്കൂർ കൊണ്ട് ചാന്ദിപൂർ എത്തേണ്ട അവൾ പക്ഷേ ക്ഷീണമൊന്ന് മാറ്റാനായി ഒരു മണ്ഡപത്തിലിരിക്കും. അവൾക്ക് എവിടുന്ന ഒരു ശബ്ദം കേൾക്കും. അവിടെ ചെന്നവൾ നോക്കും. കാട്ടുമൃഗങ്ങളെ കുരുക്കാനായിട്ടുള്ള ഒരു വല, ഒരു താടിയുള്ള വയസ്സനെ അതിൽ കുരുങ്ങിക്കിടക്കുന്നത് കാണും. കണ്ടാൽ ഒരു സാധുവിനെ പോലെ തന്നെയുണ്ട്. മരത്തിൽ നിന്ന് തൂക്കിയിട്ടിരുന്ന ആ വലയെ അവൾ വെട്ടി അദ്ദേഹത്തെ താഴെ ഇറക്കും. തളർന്നിരിക്കുന്ന സാധുവിനെ മണ്ഡപത്തിലിരുത്തി കഴിക്കാൻ റൊട്ടിയും വെള്ളവും കൊടുക്കും. സ്വാമി, ഞാനിന്ന് പോകട്ടെ. ഇരുട്ടാവും തോറും സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല. നിങ്ങൾ വിശ്രമിക്കൂ. പേടിക്കണ്ട മോളെ, നിന്നെ ഒന്നും ചെയ്യില്ല. നിന്റെ കഴുത്തിൽ താലിയില്ലാത്തതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്യില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ശരിക്കും ഈ കൊലയൊക്കെ ആരാണ് ചെയ്യുന്നത്? മനുഷ്യൻ, പ്രേതം, അതോ മൃഗങ്ങളോ? അറിയാം, ശരിക്കും അറിയാം. ഭൂതത്തിന്റെ പേര് പറഞ്ഞാലും അത് ചെയ്യുന്നത് ഒരു മനുഷ്യനാണ്. പക്ഷേ എന്തിനാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്? നീ എന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് നിനക്ക് എന്തും തരും. നിനക്ക് എന്താ വേണ്ട, പറ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ നിന്നിട്ടാണ് നിങ്ങളെ ശരിക്കും രക്ഷപ്പെടുത്തിയത് തന്നെ. അപ്പോഴാണോ വരദാനത്തിന്റെ കാര്യം പറയുന്നത് എന്നോട്? എന്റെ പേര് ജംതികൻ മഹർഷി എന്നാണ്. ഞാൻ അഷ്ടസിദ്ധികളും പ്രാപ്തമാക്കി. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് മരിക്കണമെന്നാണ്. കാരണം എൻ്റെ ശക്തി എനിക്ക് വലിയ ദോഷങ്ങളാണ് വരുത്തിവെച്ചത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശക്തി ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് ശപഥം ചെയ്തു. അതുകൊണ്ട് ഞാൻ അഴിക്കുള്ളിൽ 3 ദിവസമായി മരിക്കാൻ കിടക്കുന്നു. എന്നെ രക്ഷിക്കാൻ ഞാൻ ആരെയും വിളിച്ചില്ല. എനിക്ക് മരിക്കാനാണ് ഇഷ്ടം. പക്ഷേ നീ ഒറ്റയ്ക്ക് വന്ന് എന്നെ രക്ഷിച്ചു. അതൊക്കെ ശരി. എന്റെ പേരെങ്ങനെ അറിയാം? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. നിന്റെ പേര് ജയ എന്നാണ്. നിന്റെ മരിച്ചുപോയ ഭർത്താവിന്റെ പേര് സൂരി. സർപ്പശാപം കൊണ്ട് അവൻ ഒരു ദിവസം പാമ്പ് കടിയേറ്റ് മരിച്ചു. വേറെ എന്തെങ്കിലും അറിയണോ? നിങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ചോദിക്കാം. ചോദിക്കൂ. എന്തു വരമാണ് വേണ്ടത്? മരിച്ചുപോയ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇനി എത്ര തവണ ഞാൻ അവന് ജീവൻ കൊടുത്താലും സർപ്പശാപം ഉള്ളതുകൊണ്ട് വീണ്ടും പാമ്പ് കടിയേറ്റ് അവൻ മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ എങ്ങനെ സ്വാമി? എന്റെ ഭർത്താവ് എന്റെ ജീവനാണ്. അദ്ദേഹം തിരിച്ചു വരണമെന്നാണ് എന്റെ ആഗ്രഹം. വീണ്ടും ജീവൻ കൊടുക്കുക സാധ്യമല്ല, പക്ഷേ വീണ്ടും ജനിക്കാൻ പറ്റുന്നതാണ്. നിന്റെ ഭർത്താവ് സൂര്യയുടെ ആത്മാവ് ഇപ്പോഴും നിന്റെ വീടിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ആ ആത്മാവിനെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തണം. നിന്റെ കുഞ്ഞിന്റെ രൂപത്തിൽ അവൻ ജന്മമെടുക്കും. അവളത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു. അവൾ ഒന്നും ആലോചിക്കാതെ അതിന് സമ്മതം മൂളി. പക്ഷെ അപ്പൊ മഹർഷി ജയുടെ തലമുടി വാങ്ങിച്ചു അവളുടേന്ന്. അദ്ദേഹത്തിന്റെ കയ്യിൽ താമ്പയുടെ നാണയങ്ങളെടുത്ത് കമണ്ഡലത്തിലോട്ട് നീടും. നിന്റെ പ്രിയപ്പെട്ട പച്ചക്കറി എന്താണ്? വെള്ളിരിക്ക സ്വാമി. ക്രോം ക്രീം കാട്ട കാട്ട ആത്മരഞ്ജിതം കട്ട കട്ട ഫൽഗർവ സംഗ് ഫട്ട് കട്ട കട്ട. മന്ത്രങ്ങൾ ചൊല്ലിയപ്പോഴേക്കും കമണ്ഡലത്തിന്റെ അകത്ത് 5 വെള്ളിരിക്ക, 5 താമ്പയുടെ നാണയങ്ങളും വരും. ആ നാണയങ്ങൾ മുങ്ങി വെള്ളിരിക്കയുടെ അകത്ത് കയറി. ആ വെള്ളിരിക്ക സഞ്ചിയിലാക്കി പൊതിഞ്ഞ് ജയയ്ക്ക് കൊടുത്ത്, ശ്മശാനത്തിൽ കുഴിച്ചിട്ടിരുന്ന ഈ ചെമ്പ് നാണയങ്ങളുമായി ചേർന്നാൽ ഈ വെള്ളരിക്ക വളരെ ശക്തിയുള്ളതായി മാറും. ഇതാർക്കും കൊടുക്കരുത്. പൂർണിമ രാത്രിയിൽ ഇതുകൊണ്ട് കറിയുണ്ടാക്കി നീ കഴിക്കണം. നിന്റെ ഭർത്താവ് പഞ്ചഭൂതാത്മാവായി ഈ വെള്ളരിക്കയിൽ കയറുന്നതാണ്. അപ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകും. പൊയ്ക്കോളൂ. ഇരുട്ടായി കഴിഞ്ഞു. പക്ഷെ പേടിക്കാതെ തന്നെ ആ സഞ്ചിയോടെ അവൾ അവിടുന്ന് പോയി. ആ മഹർഷി ചിരിച്ചുകൊണ്ട് തന്നെ ജയുടെ പുറകെ ഭസ്മമറിഞ്ഞ് അദൃശ്യരൂപത്തിൽ സൂര്യയുടെ ആത്മാവ് ആ സഞ്ചിയുടെ അകത്തോട്ട് കയറി. ഞാൻ ചെയ്ത തെറ്റ് തിരുത്താനുള്ള സമയം ഇതുതന്നെയാണ്. ജയ, നീ ആഗ്രഹിച്ചത് നടന്നില്ലെങ്കിലും നല്ലതേ സംഭവിക്കൂ. ഇതൊന്നും അറിയാതെ ജയ വീട്ടിൽ വന്നപ്പോഴേക്കും വഴിയിൽ നടന്നതൊക്കെ അഞ്ജുതായിയോട് പറയും. അഞ്ജുതായിക്ക് അതത്ര വിശ്വാസമൊന്നും വന്നില്ല. പക്ഷേ സ്വന്തം മകൻ വീണ്ടും ജനിക്കുകയല്ലേ, അതാലോചിച്ച് ഒരുപാട് സന്തോഷിക്കും. പാതിരാത്രി ആയിക്കഴിഞ്ഞിരുന്നു. പക്ഷെ അഞ്ജുതായിക്ക് ഉറക്കം വരുന്നില്ല. ജയ കൊണ്ടുവന്ന ആ സഞ്ചി തുറന്നു നോക്കിയപ്പോഴേക്കും വെള്ളിരിക്ക കാറ്റത്ത് പറന്ന് പൊങ്ങിയിരിക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം ജയ സത്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു കുഞ്ഞിന് ജന്മം നൽകിയ നാട്ടുകാരെന്ത് പറയും?
തെറ്റായി വിചാരിക്കൂലേ? എന്റെ കുടുംബത്തിന്റെ മാനം തന്നെ പോകും. എങ്ങനെയെങ്കിലും ഇത് നിർത്തിയേ പറ്റുള്ളൂ. അങ്ങനെ വിചാരിച്ചവൾ കിടന്നുറങ്ങും. ഗ്രാമത്തിന്റെ അകത്തൊരു വലിയ കാട്ടിന്റെ ഉള്ളിൽ ഒറ്റപ്പെട്ട ഒരു സ്ത്രീയെ പ്രേതങ്ങൾ കൊന്ന് അതിന്റെ ഹൃദയവും താലിയും പ്രേതം കൊണ്ടുപോയി മരിച്ച ശവത്തെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ദൂരത്തൊരു സോനു എന്ന് പറഞ്ഞ ഒരു കള്ളൻ പ്രേതങ്ങളെ കണ്ട് പേടിച്ചു വരച്ചിരിക്കുകയായിരുന്നു. വിയർത്ത് കുളിച്ച്, അതെ, ആ പിശാശ് ഇവിടുന്ന് പോയല്ലോ, നമ്മളും കൂടെ പോകണോ? നമ്മൾ ആ നദിയിലുള്ള ഗുഹയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ സ്വർണമല്ലാതെ നമുക്ക് കഴിക്കാൻ മനുഷ്യ ശരീരമില്ലല്ലോ. ആ മന്ത്രം ചൊല്ലണമെങ്കിൽ രാത്രിയാകണം. ശരി, എങ്കിൽ നമുക്ക് വെള്ളം ഇവിടെ ഇട്ട് കുറച്ചു നേരം ഉറങ്ങാം. 2 ദിവസം സഞ്ചരിച്ചു കഴിയുമ്പോൾ പശ്ചിമഘട്ടത്തിൽ ഒരു വലിയ സമുദ്രത്തിന്റെ അടുത്ത് ചെന്നെത്തും. അവിടെ ചെന്നിട്ട് രാത്രിയായി കഴിയുമ്പോൾ നമസ്തേ സുന്ദരി, രോദനവാസി ജാഗോ, പ്രകാശാസ് തന്ത്ര, ദീപ് കാന്തി, ശരണം സിദ്ധം എന്ന മന്ത്രം ചൊല്ലിയാൽ സമുദ്രത്തിലെ ഗുഹയിലേക്കുള്ള വഴി നമുക്ക് തെളിയുന്നതാണ്. അവിടെ ചെന്നാൽ ഒരുപാട് സ്വർണം നമുക്ക് കിട്ടും. എന്താ സ്വർണമോ? സ്വർണം കൊണ്ട് എന്ത് ചെയ്യാനാ? ഞാൻ വിചാരിച്ചു നമുക്ക് കഴിക്കാൻ മനുഷ്യരെ കിട്ടുമെന്ന്. സോമു പേടിച്ചുകൊണ്ട് പ്രേതങ്ങൾ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. പ്രേതങ്ങൾ അവിടുന്ന് പോയതിനു ശേഷം അവന്റെ നാട്ടിൽ പോയി അവന്റെ മിത്രനായ ഗോപാലിന്റെ അടുത്ത് ആ നിധിയുടെ രഹസ്യമൊക്കെ പറഞ്ഞു. അവിടെ കേട്ടതെല്ലാം. രണ്ടുപേരും കൂടെ 2 ദിവസം സമുദ്രത്തിൽ യാത്ര ചെയ്ത് പ്രേതങ്ങൾ പറഞ്ഞ ചുമന്ന വെള്ളത്തിന്റെ അടുത്ത് എത്തി. ആ മന്ത്രം ചൊല്ലണമെങ്കിൽ രാത്രിയാകണം. ശരി, എങ്കിൽ നമുക്ക് വെള്ളം ഇവിടെ ഇട്ട് കുറച്ചു നേരം ഉറങ്ങാം. ഒരുപാട് ഇരുട്ടായി കഴിഞ്ഞിരുന്നു. സോമുവും ഗോപാലും നില കൂർക്കം വലിച്ചുറങ്ങി. അപ്പോഴേക്കും അവിടെ കോമപ്രേതം പറന്നു വന്നു. നമസ്തേ സുന്ദരി, രൗദ്രവാസി ജാഗോ, പ്രകാശാചാത്ര തന്ത്ര, ദീപ് കാന്തി, ക്ഷണം ശുദ്ധം. അഖോബ പിശാശ് മന്ത്രം ചൊല്ലിയപ്പോ സമുദ്രത്തിൽ രോദൻ മല പ്രത്യക്ഷപ്പെട്ടു. ആ മലയുടെ മുകളിൽ നിന്നും പ്രകാശത്തിന്റെ ഒരു കിരണം വന്ന് സമുദ്രത്തിൽ വീണു. അതിന്റെ മുകളിൽ ആ പിശാശ് നടക്കുന്നു. അപ്പോഴേക്കും ഗോപാൽ എണീറ്റു. അവൻ സോമുവിനെ എണീപ്പിച്ച് അവരാ പ്രകാശത്തിന്റെ കിരണത്തിലൂടെ ആ പിശാശിനെ പിന്തുടർന്ന് നടന്ന് ആ മലയുടെ മുകളിൽ എത്തുമ്പോഴേക്കും പക്ഷെ ആ പിശാശ് ആ മലയുടെ മേളിൽ ചവിട്ടിയതും പ്രകാശകിരണങ്ങൾ കാണാതായി. രണ്ടുപേരും സമുദ്രത്തിലോട്ട് താഴത്തോട്ട് വീണു. സ്വർണത്തിന്റെ ആർത്തിനെ തുടർന്ന് രണ്ടുപേരും മുതലയുടെ ആക്രമണത്തിൽ ഇരയായി. അവിടെ ചാന്തിപ്പൂരിൽ മഹർഷി ജപിച്ചു കൊടുത്ത ആ വെള്ളരിക്ക വേവിച്ച് തന്നെയുണ്ട്. പൂർണിമ ദിവസമായി. ഞാനൊന്ന് പറയണ കേക്ക് ചെയ്യാ. ശരിക്കും അത് മനുഷ്യൻ തന്നെ ആയിരുന്നോ? എനിക്ക് സംശയമുണ്ട് അയാൾ ഒരു താന്ത്രികനാണോന്ന്. അത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ? അദ്ദേഹം ഒരു താന്ത്രികനാണ്. ഞാൻ ഇത് കഴിച്ചങ്ങ് മരിച്ചു പോകും. പക്ഷെ വാസ്തവത്തിൽ അദ്ദേഹം ശരിക്കും സിദ്ധിയുള്ളൊരു മഹർഷിയാണെങ്കിൽ എന്റെ കൊക്കിൽ നിന്നും നിങ്ങളുടെ മകൻ വീണ്ടും ജനിച്ചാലോ? അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ നാട്ടുകാരെന്ത് പറയുന്നു അല്ല ആലോചിച്ചിട്ടുണ്ടോ? ആരും വിശ്വസിക്കാൻ പോണില്ല. മഹർഷി തന്ന ഒരു വെള്ളരിക്ക കൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുക എന്നൊക്കെ പറഞ്ഞ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ നിന്നെ ശരിക്കും സംശയിക്കും. സംശയിച്ചാലും ഇല്ലെങ്കിലും എനിക്കതൊന്നും പ്രശ്നമല്ല. എന്റെ ഭർത്താവിന് ഞാൻ എന്തും സഹിക്കും. അമ്മായി അഞ്ജുത്തായിക്ക് മനസ്സിലായി ജയ വാശിയിൽ തന്നെയാണെന്ന്. ജയിൽ നിന്ന് ഒളിപ്പിച്ച് അവളും വെള്ളരിക്ക കറി ഉണ്ടാക്കും. ജയ ഇല്ലാത്ത സമയം നോക്കി ജയ ഉണ്ടാക്കിയ ആ വെള്ളരിക്ക കറി പുറകിലുള്ള കിണറിന്റെ അടുത്ത് വലിച്ചെറിഞ്ഞ് ആ പാത്രത്തിൽ വേറൊരു കറി തന്നെ വേവിച്ച് അവളുടെ മുമ്പിൽ വെക്കും. ഒന്നുമറിയാതെ ജയ മഹർഷി തന്ന വെള്ളരിക്കയാണെന്ന് ഓർത്ത് മുഴുവനും കഴിക്കും. പുറകിലുള്ള കിണറിന്റെ അടുത്ത് വെച്ചിരുന്ന ആ കറി എന്നതേം പോലെ തന്നെ ആ പ്രേതം തിന്നും. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജയക്കൊരു വ്യത്യാസവും വന്നില്ല. പക്ഷെ കിണറിലുണ്ടായിരുന്ന പ്രേതം ഗർഭിണിയായി. ആ കിളവി പ്രേതത്തിനൊന്നും മനസ്സിലാകുന്നില്ല ചിരിക്കണോ കരയണോ എന്ന്. ഇതെന്താണ്? ഗർഭമാണോ അതോ വയറ് വീർത്തതാണോ? ഈ വയസ്സാം കാലത്ത് ഇനി ഗർഭം വല്ല ആണെങ്കിൽ നാട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? എന്തായാലും
ഗർഭമൊന്നും ആയിരിക്കില്ല. ആ പെണ്ണുമ്പിള്ള ഉണ്ടാക്കുന്ന ആ ദാല് കഴിച്ച് എന്റെ വയറിൽ ഗ്യാസ് കയറി വീർത്തതാവും. പ്രേതത്തിന് എങ്ങനെയാ ഗർഭം ഉണ്ടാവണേ? സ്വന്തമായി പറഞ്ഞു മനസ്സിലാക്കി കിണറിന്റെ അറ്റത്തിന് വിഷമിച്ചിരുന്നു. ടെറ്റേ ഗ്രാമത്തിൽ അവിടെ ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്നു പ്രേതം. അക്കോബ പിശാശ് ഹൃദയവും താലിയും എടുത്ത് രോദൻ മലയിലോട്ട് പോയി. നവരാക്കിയുടെ മൂർത്തിയുടെ മുമ്പിൽ കണ്ണടച്ച് ശുദ്രപൂജ ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ താലി അവിടെ വെച്ച് ഹൃദയം ഒരു ചില്ല് കുപ്പിയിലിട്ടിട്ട് പോകും. മാസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം നോവയില് മുറ്റത്ത് കിടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ പ്രേതങ്ങൾ കൊന്നു. അവളുടെ താലിയും ഹൃദയവും അക്കോബ പിശാശ് കൊണ്ടുപോകും. അടുത്ത ദിവസം ഗ്രാമത്തിലെ എല്ലാ ആൾക്കാർ ആ വീടിന്റെ അടുത്തേക്ക് വരും. എല്ലാരും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു, ആരാണിത്ര ക്രൂരമായി കൊന്നത്. ഗ്രാമപ്രധാൻ വന്ന് നോക്കും. ഇതൊരിക്കലും സാധാരണ ഒരു മനുഷ്യൻ ചെയ്ത കാര്യമല്ല. ഇത് സ്വർണത്തിനു വേണ്ടി ചെയ്തതാണെങ്കിൽ കയ്യിലുള്ള വളകളും മറ്റ് സ്വർണ്ണാഭരണങ്ങളും എല്ലാം കൊണ്ടുപോയനെ. ഇത് താലി മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ ശരീരം ഇവിടെ ഉപേക്ഷിച്ചു പോയി. ഇത് ഉറപ്പായും ഭൂതമോ പ്രേതമോ മറ്റോ ആണ്. വേഗം പോയി മന്ത്രവാദി മുത്തശ്ശിയെ വിളിച്ചോണ്ട് വാ. മന്ത്രവാദിനെ കാക്കി വന്ന് ആ മൃതദേഹം കണ്ട്, ഇതിന്റെ ഹൃദയം മാത്രമല്ല, ഇതിന്റെ ആത്മാവിനെയും കൊണ്ടുപോയി. ഏതോ വലിയ ശക്തിശാലിയായ താന്ത്രികയുടെ പരിപാടിയാ. അയാൾ എവിടെയാണ് താമസിക്കണേ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ പറഞ്ഞ മന്ത്രം വായിച്ച് സുന്ദക് സവാരിനെ വിളിപ്പിക്കും. ഗാബ്രജാമം ഗാബ്രജമാഞ്ജു ഗാബ്രജാമം ഗാബ്രജമാഞ്ജു. കണ്ടുപിടിക്ക് ഈ മരണത്തിനൊക്കെ കാരണക്കാരനായവനെ. പോകൂ. ആ ശവത്തിന്റെ മണം മണത്ത് അവിടെ നോടി തന്നെ പോയി രോദന്മലയുടെ ശക്തി കൊണ്ട് ഭസ്മമായി പോയി. എന്റെ പറക്കുന്ന പ്രേതം ഭസ്മമായിരിക്കുന്നു. ഇതിന്റെ അർത്ഥം വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു. എല്ലാരും സൂക്ഷിച്ചിരുന്നോളൂ. പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ വൈകുന്നേര സമയത്ത് പുറത്തിറങ്ങരുത്. മന്ത്രവാദിനെ കാക്കി പറഞ്ഞ പോലെ ഗ്രാമപ്രധാൻ നാട്ടിലെല്ലാം അത് പാട്ടാക്കി. മന്ത്രവാദിനെ കാക്കിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബേത്താൾ പൂജയിൽ ഇരിക്കും. ഗാബ്രജാമം ഗാബ്രജമാഞ്ജു ഗാബ്രജാമം ഗാബ്രജമാഞ്ജു. ശരാദി പിശാചിനെ ഏൽപ്പിക്കും. ശരാദി പിശാച്, നീ ഗ്രാമത്തിനെ രക്ഷിക്കൂ. ഗ്രാമത്തിലേതിൽ ചീത്ത ശക്തി വരുവാണേൽ എന്നെ അറിയിക്കണം. ശരി, എന്റെ ശക്തിയുടെ മുമ്പേ വേറെ ചീത്ത ശക്തി വരാനോ ഗ്രാമത്തിൽ? ഗാബ്രജാമം ഗാബ്രജമാഞ്ജു ഗാബ്രജാമം ഗാബ്രജമാഞ്ജു. മന്ത്രം വായിച്ച് സുന്ദക് സവാരിനെ വിളിപ്പിക്കും. നീ പോയി അന്വേഷിക്ക്. സ്ത്രീകളെ കൊല്ലുന്ന ആ പ്രേതത്തിനെ തപ്പ്. പ്രേതങ്ങളെ പറഞ്ഞുവിടുന്ന സ്ഥലത്തേക്ക് ഒരു കാരണവശാലും നീ പോവരുത്. പറക്കുന്ന പ്രേതങ്ങളെ തപ്പി ഇറങ്ങി. മന്ത്രവാദിനെ കാക്കി ബേത്താളുടെ കിരീടത്തിന് മുമ്പിൽ മന്ത്രം വായിക്കുകയായിരുന്നു. ബം ബം ബേത്താൾ, ഭൂവന ഭീതർ ബേത്താൾ, ഭസ്മ ഭയങ്കര ബേത്താൾ, ബം ബം ബേത്താൾ. കേക്കൂ ബേത്താൾ, പറയൂ. സ്ത്രീകളെ കൊന്ന് അവരുടെ ഹൃദയം ആരാണ് മോഷ്ടിക്കുന്നത്? കൊല്ലുന്നത് ചകോരി ഭൂതമാണ്. പിടിച്ചോണ്ട് പോകുന്നത് അവരുടെ പ്രേതങ്ങളാണ്. ചകോരി ഭൂതത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. പക്ഷെ അതിന്റെ പ്രേതത്തെ കുറിച്ച് അറിയണമെങ്കിൽ അവന്റെ സൃഷ്ടി നടക്കണം. അത് വരണം. അവനെ സഹായിക്കാനായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാക്കി ആദ്യമായിട്ട് തോറ്റ് തല കുനിച്ചിരുന്നു. ഗ്രാമത്തിനെ രക്ഷപ്പെടുത്താനായി സ്വന്തം ശക്തി കൂട്ടാനായി ബേത്താൾ ജപിച്ചുകൊണ്ടിരുന്നു. ചക്കോരുടെ പ്രേതം നോവല് വന്നുകൊണ്ടിരുന്നപ്പോ മറ്റു പ്രേതങ്ങൾ ആക്രമിച്ചു.
ദിവസം പൂർത്തിയായപ്പോ കിണറിന്റെ അകത്ത് ആ വയസ്സിൽ ഒരു ചെറിയ മുട്ടയിടും. ആ മുട്ട നോക്കി നോക്കി വലുതായി അത് പൊട്ടിപ്പോയി. അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് നല്ല സുന്ദരനായിരുന്നു, നല്ല മുടിയുണ്ടായിരുന്നു. ഇത് എന്റെ പോലെ ഉണ്ടല്ലോ, എന്റെ മുടിയുടെ ഭംഗി ഇതിനുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞ് കിണറിന്റെ ഒരു അറ്റത്ത് അതിനെ വെച്ചിട്ട് പോയി. കിണറിന്റെ അകത്ത് കരയുന്ന ശബ്ദം കേട്ട് ജയഞ്ചുത്തായി ഓടി വന്നു. ആ കുഞ്ഞിനെ കിണറിൽ നിന്ന് പുറത്തെടുക്കും. അതിനെ കണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നു. അവിടെ മഹർഷി അങ്ങനെ എത്തി. വിഷമിക്കണ്ട, നിന്റെ കൂട്ട് തന്നെയാണ് ജയ. പക്ഷേ നിന്റെ ഉദരത്തിൽ നിന്നല്ലെന്ന് മാത്രം. നിന്റെ മുടിയും സൂര്യയുടെ ആത്മാവും ചേർന്ന് നിന്റെ മുത്തശ്ശിയുടെ ആത്മാവിലൂടെ ജന്മമെടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതെന്താണ് സ്വാമി? എന്റെ വയറിലല്ലേ കുഞ്ഞ് ജനിക്കേണ്ടിയിരുന്നത്? ഇത് കിണറിന്റെ അകത്തല്ലേ ജനിച്ചത്? അതെന്ത് സംഭവം? ആ കിണറ്റിൽ നിന്റെ ഭർത്താവിന്റെ മുത്തശ്ശിയുടെ ആത്മാവുണ്ട്. അവർ ജീവിച്ചിരുന്നപ്പോൾ മരുമകളുമായി വഴക്കുണ്ടാക്കി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മരുമകളുടെ വള ആരും അറിയാതെ മോഷ്ടിച്ചെടുത്ത് ആ കിണറ്റിലേക്കിട്ടു. അവരെറിഞ്ഞ വള ഈ വീട്ടിലെ മരുമക്കൾക്ക് തലമുറകളായി നൽകുന്നതാണ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മരുമകൾ അത് അന്വേഷിച്ചു. എന്റെ ദൈവമേ, അങ്ങനെ ഇവൾ അറിഞ്ഞ ഞാനാണ് ആ വള ആ കിണറിലിട്ടതെന്ന്. എന്റെ എല്ലാ അന്തസ്സും സമ്പത്തും ഒക്കെ പോയി എന്നെ വെറും നാണം കെടുത്തി നാട്ടുകാരുടെ മുമ്പിൽ എത്തിക്കുമല്ലോ. അതിനേക്കാളും നല്ലത് അവൾക്ക് ആ വള തിരിച്ചു കൊടുക്കുന്നത് തന്നെയാ. തനിക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ തീരുമാനിച്ചു. കിണറ്റിൽ നിന്ന് വളയെടുത്ത് മരുമകൾക്ക് കൊടുക്കണമെന്ന്. പക്ഷെ അവരുടെ ആയുസ് അതിന് സമ്മതിച്ചില്ല. മരണശേഷം ആ വളയെടുത്ത് തിരിച്ചു കൊണ്ട് കൊടുത്താൽ തൻ്റെ ആത്മാവിന് മോശം കിട്ടും. അതിനുവേണ്ടി അവർ ആ കിണറ്റിൽ പ്രേതമായി ജീവിച്ചു. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറന്തള്ളുന്ന ഭക്ഷണം കഴിച്ച് കിണറ്റിൽ ആ വള തിരഞ്ഞുകൊണ്ടേയിരുന്നു. നിനക്ക് കഴിക്കാനായി ഞാൻ തന്ന വെള്ളരിക്ക സത്യത്തിൽ അവരാണ് കഴിച്ചത്. അവരത് കഴിച്ചതോടുകൂടി ഗർഭിണിയായി മാറി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നീ കഴിക്കുന്ന ഭക്ഷണം വളരെ ശക്തിയുള്ളതാണെന്ന്. ഏതൊരു വ്യക്തി ആ ഭക്ഷണം നിശ്ചിത രൂപത്തിൽ കഴിച്ചാലും അതിപ്പോ ഭൂതമാണേലും മനുഷ്യനാണേലും. എന്റെ വള മോഷ്ടിച്ചത് എന്റെ അമ്മായിമ്മ തന്നെയായിരുന്നോ? അവർ ഇങ്ങനത്തെ ഒരു കൊരങ്ങച്ച സ്വഭാവമുള്ളതാ. അതുകൊണ്ടാ അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിയച്ഛൻ ഭ്രാന്ത് പിടിച്ചു പോയത്. ജീവനോടെ ഇല്ലാത്ത ആൾക്കാരെ കുറിച്ച് ചീത്ത പറയാൻ പാടില്ല. ഞാനുണ്ടാക്കിയ കറി എന്തിനാണ് നിങ്ങളത് കളഞ്ഞത്? അത് പിന്നെ ഭർത്താവില്ലാത്ത കുഞ്ഞുണ്ടായാലേ നാട്ടുകാർ എന്തൊക്കെ പറയും, അത് കാരണം തന്നെയാ. നീ ഉണ്ടാക്കിയ കറി മാറ്റി ഞാൻ ഉണ്ടാക്കിയ കറി നിന്റെ പാത്രത്തിൽ ഇട്ടു, അത്രേ ഉള്ളൂ. മാപ്പതാ. മാപ്പ് ചോദിക്കാനായി നിങ്ങൾ ചെയ്തത് ഒരിക്കലും ഒരു തെറ്റല്ല. ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം ലോകത്തിന് തന്നെ നല്ലതാണ്. ശരിക്കും എന്താണ് അത്ര നല്ലത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വ്യക്തമായി പറയൂ സ്വാമി. സമയമാകുമ്പോൾ പറയാം. ഇപ്പോൾ നീ ചെയ്യേണ്ട കാര്യം കുട്ടിയിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. അഞ്ചുതായി കിണറിന്റെ അകത്തൊരാളെ തപ്പാനിറക്കി അന്ന് കളഞ്ഞുപോയ സ്വർണത്തിന്റെ വള തിരിച്ചു കിട്ടി. ആരുമറിയാതെ അദൃശ്യ രൂപത്തിൽ കിണറിൽ നിന്നും ആ പ്രേതം പുറത്തു വന്ന്, നിന്നിൽ നിന്നും ഞാൻ മോഷ്ടിച്ച വള നീ തിരിച്ചെടുത്തു അല്ലേ? എന്റെ ആത്മാവിന് ശാന്തി കിട്ടി. അങ്ങനെ പറഞ്ഞ് അപ്രത്യക്ഷമായി. ഇരുട്ടായി. ഒറ്റയ്ക്കൊരു പെണ്ണ് ചാന്ദിപൂരില് പോവുകയായിരുന്നു. പ്രേതങ്ങൾ കൊല്ലാൻ വന്നു. സുന്ദക് സവാരി അവിടെ ആക്രമിക്കും അവരെ. പക്ഷെ അവൾ മരിച്ചുപോയി. പറക്കുന്ന പ്രേതം മരിച്ചപ്പോഴേക്കും കാക്കി സ്വന്തം കണ്ണു തുറന്നു. ഒരു വഴിയും കാണുന്നില്ലല്ലോ. അവരെ എങ്ങനെ നിർത്തും? ബേതാൾ, വഴി കാട്ടൂ. അടുത്ത ദിവസം ചാന്ദിപൂരിലെ തട്ടിൽ ഒരു സ്ത്രീയെ കൊന്ന് അവളുടെ ഹൃദയം എടുത്തോണ്ട് പോയി. ഇതറിഞ്ഞ് നാട്ടുകാരെല്ലാം അവിടെ കൂടി നിന്നു. മഹർഷി ജമദ്ഗിന് ഇതറിഞ്ഞ് അവിടെ പോയി നോക്കിയപ്പോഴേക്കും അവരുടെ പട്ടിയുടെ 2 കാൽപാദങ്ങൾ ഏതൊരു മൃഗത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടു. ഇത് സുന്ദർ സവാരിയുടെ പ്രേതമാണ്. സുന്ദർ സവാരിയുടെ പ്രേതത്തെ ഉപയോഗിച്ചതിനർത്ഥം വേതാള ശക്തിയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. അതായത് എന്നെ പോലെ വേതാള ശക്തി പ്രാപ്തമാക്കിയ ആരോ ഉണ്ട്. അന്തുക്ക, നിന്റെ മരണം സുനിശ്ചിതമാണ്. അങ്ങനെ പറഞ്ഞ് കാൽപാദങ്ങൾ നോക്കി തന്നെ മഴ പോയി നോക്കിയപ്പോഴേക്കും തലയിൽ ബേത്താളുടെ കിരീടം വെച്ച മന്ത്രവാദിനി കാക്കിയോട് എല്ലാം വിസ്തരിച്ച് പറയും. ചാന്ദിപ്പൂരിന്റെ തട്ടിൽ കൊണ്ടുപോകും. അവിടെ 4 ദിവസം കൊണ്ട് 4 വയസ്സായിട്ടുള്ളൊരു കുഞ്ഞാവും. കിണറിൽ ജന്മമെടുത്ത കുഞ്ഞ്
കുഞ്ഞിന്റെ മുടി എത്ര വെട്ടിയാലും വലുതായിക്കൊണ്ടിരിക്കുക. ഇവനെ കണ്ടാൽ 5 ദിവസം കൊണ്ട് 5 വയസ്സുള്ള കുട്ടിയെ പോലെ തോന്നും. 5 വയസ്സുള്ള കുട്ടിയെ പോലെ സംസാരിക്കും. ഇവൻ എന്താണ് പേരിട്ടത്? കിന്നു. നല്ല പേരാണ് സ്വാമി. സംസാരം നിർത്തുക. 89 ആൾക്കാരെ ഇപ്പൊ തന്നെ കൊന്നുകഴിഞ്ഞു. 90ാമത്തെ ആളെ കൊല്ലാൻ പോകുന്നു. അതിന്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നു. ഇവിടെ മഹാപ്രളയം വരാൻ പോകുന്നു. പ്രളയമോ? എന്ത് പ്രളയമാണ് വരാൻ പോകുന്നത്? നിന്റെ അമ്മായിയച്ഛന്റെ അച്ഛൻ ജയരാജ്, അദ്ദേഹത്തിന് കണ്ണൊന്നും കാണത്തില്ല. അപ്പോ എന്റെ അമ്മായിച്ചന്റെ അച്ഛനുണ്ടോ? നിന്റെ വംശത്തിന്റെ സർപ്പശാപം കാരണം ജയരാജിനെ ഒരു സർപ്പം കടിച്ചു. പക്ഷെ ജയരാജിന്റെ കാലില് ഒരു തകിടുണ്ടായിരുന്നു, അതുകൊണ്ട് ജീവൻ പോയിട്ടില്ല. പക്ഷെ സർപ്പത്തിന്റെ വിഷം കാരണം കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷെ ജയരാജിന്റെ കൂട്ടുകാരൻ മൂലം മലകളുടെ മേളിൽ ജനം ദഗ്ഗിയുടെ അടുത്ത് പോയി സ്വന്തം കാഴ്ച കിട്ടാനായി പ്രാർത്ഥന നടത്തി. നിന്നെ ബാധിച്ചിരിക്കുന്ന സർപ്പശാപം മാറുന്നതിന് 12 വർഷം ഞാൻ പറയുന്നത് പോലെ സർപ്പപൂജ ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് എന്തെന്നാൽ, സർപ്പപൂജ തടയാനും സർപ്പപൂജ ചെയ്യുന്നവരെ കൊല്ലാനും വേണ്ടി ഒരുപാട് സർപ്പങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. സർപ്പപൂജ ചെയ്യുന്ന സ്ഥലം നിന്റേത് മാത്രമായിരിക്കും. ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. അത് നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും ഇതിനെക്കുറിച്ച് ആരും അറിയാൻ പാടില്ല. അങ്ങനെ ജനം ദഗ്ഗി അവനെയും കൊണ്ട് രോദൻ മലയുടെ മുകളിൽ തപസ്സ ചെയ്യുന്ന സ്ഥലത്ത് പോകും. ചെവിയിൽ മന്ത്രമോദം. ഈ ഗുഹ ഈ നദിയിലുള്ള കാര്യം ഒരിക്കലും ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇവിടെ ആരും വരില്ല. എന്റെ അനുവാദമില്ലാതെ ആരും നിന്റെ അടുത്തേക്ക് വരില്ല. നീ ഈ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ വിശപ്പോ ദാഹമോ ഒന്നും തന്നെ നിനക്കുണ്ടാകില്ല. 20 വർഷത്തിന് ശേഷം നിന്റെ കണ്ണിലേക്ക് കാഴ്ച വരും. നിന്റെ മേലുള്ള ശാപം മാറും. പക്ഷേ നീ സൂക്ഷിക്കണം. 20 വർഷത്തെ നിന്റെ ഈ തപസ്സിന്റെ ഇടയ്ക്ക് പിശാച് നിന്റെ ചുറ്റും അലഞ്ഞുകൊണ്ടേയിരിക്കും. നീ അവന്റെ പ്രലോഭനത്തിൽ ഒരിക്കലും വീഴാൻ പാടുള്ളതല്ല. സൂക്ഷിക്കുക. അങ്ങനെ പറഞ്ഞ് ജനം ദഗ്ഗി അവിടുന്ന് പോയി. ജയരാജ് മൂലം ചെയ്ത സർപ്പതന്ത്രം നിർത്താനായിട്ട് അടുത്തേക്ക് സർപ്പങ്ങൾ വരികയായിരുന്നു. പക്ഷേ മല അപ്രത്യക്ഷമായിരുന്നു. അതുകൊണ്ട് സമുദ്രത്തിന്റെ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബ്രഹ്മ ബ്രഹ്മ മഹാസർപ്പ വീക്ഷണി ഹീം ഹീം സ്വാഹ കർമ്മ വിഭർണന ഹിം കാൽ സർപ്പ വീക്ഷണി ജനം ദഗ്ഗി എന്നത്തെയും പോലെ തന്നെ ആശ്രമത്തിലായിരുന്നു. ജനം ദഗ്ഗി ബേത്താളുടെ ശക്തി കിട്ടുന്നതിന് മുമ്പ് ഒരു മഹർഷിയായിരുന്നു. ദേവീയ ശക്തിയുടെ കൂടെ തന്നെ ബേത്താളുടെ ശക്തി ആവശ്യമായിരുന്നു. അദ്ദേഹം 14 വർഷ കഠിന തപസ് ചെയ്തിരുന്നു. ബേത്താൾ സിദ്ധി കിട്ടി. അവിടെ 12 വർഷം സർപ്പത്തിന്റെ ജാപം ചെയ്ത് ജനം ദഗ്ഗി മഹർഷി പറഞ്ഞ പോലെ തന്നെ ജയരാജിന്റെ ചുറ്റിനും പ്രേതങ്ങൾ കൂടുകയും ചെയ്തു. നാഗദേവതയും പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വേണ്ടത്? നിനക്ക് നിന്റെ ദൃഷ്ടി തിരിച്ചു കിട്ടി മരണമില്ലാത്ത ഒരു വരദാനം വേണോ അല്ലേ? അതോ നിന്റെ വംശത്തിൽ നാഗശാപം മാറ്റിത്തരണോ? രണ്ടിൽ നിന്നും ഒന്ന് ചോദിക്ക്. എന്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു തരണം. പിന്നെ എന്റെ ജീവൻ എടുക്കാനും പാടില്ല. നാഗദേവതയുടെ അടുത്തിൽ നിന്നും അവന്റെ ദൃഷ്ടി തിരിച്ചു കിട്ടി. പക്ഷെ അവന്റെ അത്യാഗ്രഹം കാരണം അവൻ വൃത്തികെട്ടവനായി. 12 വർഷത്തെ തപസ്യ കൊണ്ട് നീ ഇത്രയൊക്കെ സാധിച്ചെടുത്തില്ലേ? നിന്റെ ഗുരുവിന്റെ ബേത്താൾ കിരീടവും കൂടെ നീ എടുക്ക്. ബേത്താൾ ശക്തിയുടെ കൂടെ തന്നെ നിനക്ക് എല്ലാ സമ്പത്തും കിട്ടും. ആ വാക്കുകൾ കേട്ട് ആകർഷിതമായി അവൻ ജനം ദഗ്ഗിയുടെ അടുത്ത് പോയി ബേതാൾ കിരീടം എടുത്ത് അതിനെ മോഷ്ടിച്ച് രോദൻ മലയുടെ മുകളിൽ പോയി. ബേത്താൾ കിരീടം അണിയണമെങ്കിൽ ബേത്താളുടെ ശക്തികളും സിദ്ധികളും വേണം. അതിന്റെ അർത്ഥം ബേത്താളിൽ നിന്നും അനുമതി കിട്ടണം. ബേത്താളുടെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ 14 വർഷം തപസ്യ ചെയ്തവർക്ക് മാത്രം. പിന്നെ ആ ശക്തി ഉപയോഗിക്കേണ്ടത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. കാരണം ഇതൊരു കഠിനമായ കാര്യമാണ്. ബേത്താൾ കിരീടം അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടുന്നതല്ല. അതിന് സഹായം തേടേണ്ടി വന്നു. ബേത്താളിനെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ലേ? പ്രേതാത്മാവിനെ സന്തോഷിപ്പിക്ക്. കല്യാണം കഴിഞ്ഞ സ്ത്രീകളുടെ താലിമാല എടുത്ത് പ്രേതാത്മാവിന്റെ കഴുത്തിൽ അണിയിക്ക്. 90 താലികൾ ഉണ്ടാക്കി വലിയൊരു താലി ഉണ്ടാക്ക്. എന്നിട്ട് ആ താലി പ്രേതാത്മാവിനെ അണിയിച്ച് ഭർത്താവായി മാറ്. അപ്പൊ നിനക്ക് ബേതാളിലെ സിദ്ധി പ്രാപ്തമാകാൻ പറ്റും. ഞാൻ പറയുന്ന മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേതവുമായി നിശ്ചയം നടത്തുക. വധഭൂതാത്മാക് വപുത്രം കര കര
അപുത്രോ ലഭേത് പുത്രം. പ്രേതാത്മാവിന് വാക്കുകൊടുത്ത് വൃത്തികെട്ട ഒരു താന്ത്രികനായി മാറി. അതേ മന്ത്രങ്ങൾ ചൊല്ലി അവൻ ആ ഗുഫയുടെ അകത്ത് തന്നെ താമസവും തുടങ്ങി. അവനെ ആരും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അക്കോബ പിശാചിനെ കയ്യിലെടുത്ത് രോദൻ മലയുടെ ചുറ്റിനും സുരക്ഷാ കവചം വെച്ചിട്ടുണ്ട്. അക്കോബ പിശാച് വെച്ചിരിക്കുന്ന പ്രേതം കാരണം ഹൃദയം താലി കൂട്ടിച്ചേർത്ത് അക്കോബ പിശാച് അത് വന്നെടുത്തോണ്ട് പോയി രോദൻ മലയുടെ മുകളിൽ സുരക്ഷിതമായി വെച്ച് ആ മലയുടെ മുകളിൽ അക്കോബ പിശാചിന് പോലും പോകാൻ പറ്റില്ല. ആ മന്ത്രം വായിച്ചാൽ അതിന് അന്തൂക്കയ്ക്ക് മാത്രമേ അറിയൂ. ആ മന്ത്രം വായിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മാത്രമേ ആ ഗുഫയിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. അവന് ബേത്താളുടെ താജ് കിട്ടിയാൽ അവൻ പിശാചുകളെ വാഴ്ത്തും, മറ്റുള്ളവരെ ഉപദ്രവിച്ചും അവൻ അവിടെ ജീവിച്ചോണ്ടിരിക്കും. അവനെ നമ്മളിപ്പോ തടഞ്ഞില്ലെങ്കിൽ പ്രേതത്തിന്റെ കഴുത്തിൽ താലി അണിയിച്ച് ജനം തഗ്ഗിയുടെ ബേത്താൾ കിരീടം അങ്ങ് കൈവരിക്കും. എന്റെ വാക്കുകൾ കേട്ടിട്ടാണ് ജയരാജ് മന്ത്രവിദ്യ തുടങ്ങിയത്. ഞാൻ അവനെ ഒന്നും ചെയ്യില്ലാത്തത് കാരണം ഞാൻ എന്റെ ശക്തി ഉപയോഗിക്കില്ലെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ജയരാജ് കാണുകയാണ് അവന്റെ പുറകിൽ സൂര്യയുടെ ആത്മാവുണ്ടെന്ന്. അങ്ങനെ സൂര്യയുടെ ആത്മാവ് അവൻ കാണുകയാണെങ്കിൽ അദൂക്കിയെ കൊല്ലണമെങ്കിൽ അവരുടെ മരണം അത്യാവശ്യമാണെന്ന്. അങ്ങനെ അവൻ കോപാകുലനായി മാറുന്നതാണ്. എന്തായാലും കൊന്നേ പറ്റുമെന്ന് അവന് മനസ്സിലാകും. അതുകൊണ്ട് കൊന്നുകളയും. കിന്നു അവിടെ ഉണ്ടെങ്കിൽ അവൻ ഇവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് കിണ്ണുവുമായി ഉടൻ തന്നെ നമ്മൾ അവിടെ എത്തിച്ചേരേണ്ടതാണ്. അതായത് അങ്ങ് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇതെന്താ, അവൻ ജനിച്ചിട്ട് 5 ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും സംസാരിക്കുന്നു? ഇദ്ദേഹം പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? 5 വയസ്സുള്ള ശരീരത്തിൽ 50 വയസ്സുള്ള ചിന്ത. കാക്കി അവന്റെ ചെവിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മൂന്നുപേരും രോദൻ മലയുടെ അവിടെ നിന്നു. രാത്രി അവൻ കാത്തിരുന്നു. അക്കോമ പ്രേതം വന്ന് മന്ത്രം വായിച്ചു. നമസ്തേ സുന്ദരി, രോദനവാസി എണീക്കൂ. പ്രകാശ ചന്ദ്ര തന്ത്ര ദീപകാന്തി ക്ഷണം സിദ്ധം. രോദൻ മലയുടെ മുകളിൽ നിന്നും കിരണങ്ങൾ വന്നു. അതിൽ നടന്നുപോയ പിശാചിന് അതകത്തോട്ട് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ബേത്താളിലെ എല്ലാ ശക്തിയും കാക്കി പ്രയോഗിച്ചുകൊണ്ടിരുന്നു. ഗാബ്രജാമം ഗാബ്രജമാഞ്ജു ഗാബ്രജാമം ഗാബ്രജമാഞ്ജു. മന്ത്രം വായിച്ച് തീ കൊണ്ട് കിരണങ്ങൾ വീശി പിശാചിനെ ഭസ്മമാക്കും. അതിൻ്റെ ഇടയ്ക്ക് കാന്തിരേഖയുടെ അകത്തേക്ക് ആ കുഞ്ഞകത്തേക്ക് പോകും. ജമുദീനെ മുതലുകളെ ആക്രമിക്കാൻ വന്നപ്പോൾ കാക്കി രക്ഷപ്പെടുത്തി. ആ കുഞ്ഞു പോയി ബേത്താൾ കിരീടം പതുക്കെ എടുക്കും. മലയുടെ താഴത്തേക്ക് എറിയും. 2 വേതാള ശക്തിയുള്ളവർക്ക് മാത്രമേ സർപ്പപൂജ ചെയ്യുന്നവരെ കൊല്ലാൻ കഴിയൂ. വരൂ, നമുക്ക് അവിടേക്ക് പോകാം. ആ കുഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുൻപ് തന്നെ അവൻ ആ കുഞ്ഞിനെ ഭസ്മമാക്കി കഴിഞ്ഞു. ആ കുഞ്ഞിന്റെ ആത്മാവിന് ഒരു കവചം കൊടുത്ത്, നീ ജനിച്ചത് തന്നെ നിന്റെ മുത്തശ്ശനെ തീർക്കാൻ വേണ്ടിയാണ്. നീ തന്നെ നിന്റെ മുത്തശ്ശനെ കൊന്നേ പറ്റുള്ളൂ. ഇതാ ഞങ്ങളുടെ കിരീടം. തലയിൽ വെക്കരുത്, മരിച്ചുപോകും. ഇടുപ്പിൽ കെട്ട്. രണ്ട് ബേത്താൾ കിരീടം ഇടുപ്പിൽ കെട്ടി പ്രത്യക്ഷമായ ശക്തികൾ വരും. അന്തുക്ക അവിടെ പ്രേതത്തിനെ കല്യാണം കഴിക്കാൻ പോകുമ്പോ അത് തടയും. ഹൃദയം കൊണ്ടുണ്ടാക്കിയ ആ മാലനെ തകർക്കും അവൻ. പ്രേതാത്മാവിന്റെ മൂർത്തി തകർന്നു പോകും. പ്രേതാത്മാവിന് വാക്കുകൊടുക്കാത്ത ആ അന്തുക്കനെ കഷ്ണം കഷ്ണങ്ങളായി വെട്ടിക്കൊല്ലും അവൻ. അവന്റെ ഇടുപ്പിൽ കെട്ടിയിരുന്ന ബേത്താൾ കിരീടം അവൻ വലിച്ചെറിയും.
ഗുഹയിൽ ഭൂകമ്പമുണ്ടാകും. പെട്ടെന്ന് തന്നെ കാക്കിയും ജന്മദിനം താഴത്തോട്ട് ചാടും. പക്ഷെ അവനെ പ്രേതാത്മാവ് പിടിച്ചുകൂടും. എന്നെ കെട്ടാൻ പോയ ആളെ അതിനെ കൊന്ന് എന്നെ ഭസ്മമാക്കി നീ പോകാന്ന് വിചാരിച്ചോ? എങ്ങനെയാണോ നീ താമ്പയുടെ നാണയങ്ങൾ കൊണ്ട് ജനിച്ചത്? ശ്മശാനത്തിൽ കറങ്ങി താമ്പയുടെ നാണയങ്ങൾ തന്നെ തിന്നണം. താമ്പയുടെ നാണയങ്ങൾ നീ തിന്നില്ലെങ്കിൽ നിന്റെ വിശപ്പണയത്തില്ല. ആരുടെയൊക്കെ കയ്യിൽ ബേത്താൽ കിരീടമുണ്ടോ നീ അവരുമായി കണ്ടുമുട്ടിയാൽ നിന്റെ ആയുർരേഖ കുറഞ്ഞോണ്ടേയിരിക്കും. നിനക്ക് കേൾക്കാനോ പറയാനോ കഴിയത്തില്ല. ഒരാൾക്ക് നിന്നെ ദിവ്യദൃഷ്ടിയിലും കാണാൻ പറ്റത്തില്ല. ഇത് ശാപമാണ്. ആ മല മുഴുവനും വെള്ളത്തിൽ മുങ്ങിപ്പോയി. കാക്കിയും ജമന്തിയും കിന്നുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർക്ക് കിട്ടിയില്ല. കാക്കി വീട്ടിൽ വന്ന് ദിവ്യദൃഷ്ടിയിൽ നോക്കും. എന്നിട്ടും കിന്നുവിനെ കാണില്ല. ദിവ്യദൃഷ്ടിയിലും കാണുന്നില്ലല്ലോ നിന്നെ. അതിന്റെ അർത്ഥം നിന്റെ ആത്മാവ് ഇവിടം വിട്ട് അനന്ത ലോകത്തിലോട്ട് പോയിട്ടുണ്ടാവും. നീ ജനിച്ചതേ ഈ ഒരു കാര്യത്തിനായിരുന്നു. പാവം അഞ്ചു തൈയും ചെയ്യും. ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല കിന്നുവിനെ ഓർക്കാത്തൊരു ദിവസം. പ്രേതാത്മാവിന്റെ ശാപം മൂലം കിണ്ണുനാട്ട എന്ന പ്രേതമായി കാക്കി ജമന്തിനൊക്കെ ദൂരെ പോകും. എന്നും താമ്പയുടെ നാണയങ്ങൾ കഴിച്ച് മരത്തിന്റെ മേലിൽ തൂങ്ങിക്കിടക്കും.